നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ചിക്കൻ ടിക്ക. അപ്പോൾ ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഓവനോ ഗ്രില്ലോ അല്ലെങ്കിൽ തന്തൂരി അടുപ്പോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ടിക്ക തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 അല്ലെങ്കിൽ 250 ഗ്രാമോളം ചിക്കൻ വരും. ഇത് ബോൺലെസ് ചിക്കനാണ്. ഇത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 സ്പൂൺ തൈരുണ്ട്. ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 സ്പൂൺ എടുക്കുക, അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല എന്ന് പറയുന്നത് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ ഈ മല്ലിപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 സ്പൂൺ കടലമാവാണ്. ഇതൊന്ന് വറുത്തെടുത്തതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കടലമാവ് ഇല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ അതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ പാതിയുടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ബാക്കി ചേരുവകളെല്ലാം ഇതിലേക്കിടാം. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിലേക്ക് ഇത്തിരി ഓയിൽ ചേർക്കും, കടുകെണ്ണയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലോ കുറച്ചൊന്ന് ചേർത്തിട്ടാണ് ഈ മസാല തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നില്ല. അത് നമ്മൾ ഈ ടിക്ക തയ്യാറാക്കുന്ന സമയത്ത് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിലോ വെച്ചാലും മതി. എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ വലുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുകൂടി മിക്സ് ചെയ്തായിരിക്കുമല്ലോ നമുക്ക് ചിക്കൻ ടിക്ക കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ അതുകൂടി ചേർക്കാം. ഇപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചിക്കൻ തയ്യാറാക്കി അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ പനീർ വെച്ചൊക്കെ തയ്യാറാക്കാം. പനീർ ടിക്കയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ തയ്യാറാക്കാം. ഇതേ മസാല തന്നെ ഉപയോഗിച്ചാൽ മതി. ആർക്കും വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ചിക്കൻ ടിക്കയൊക്കെ തയ്യാറാക്കുമ്പോൾ സ്ക്യൂവറാണ് ഉപയോഗിക്കുക. ഒന്നുകിൽ അത് മുളയുടെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ സ്ക്യൂവറായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് തെങ്ങോലയില്ലേ, അതിൻ്റെ ഈർക്കിലാണ്. ഈർക്കിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ്. അത് ഇത്തിരി കട്ടിയുള്ളത് എടുക്കണം. അതുപോലെ പച്ച ഈർക്കിലി എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം അതിൻ്റെ അറ്റം ഒന്ന് മൂർച്ച വരുത്തിയിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ടിക്ക ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കാൻ വേണ്ടി ഇത് തയ്യാറാക്കാൻ.
അപ്പോൾ സ്ക്യൂവർ ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കി ചിക്കനും ഈ ഈർക്കിലേക്കൊന്ന് കുത്തിയെടുക്കാം. പച്ച ഈർക്കിലെടുക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ഓവനിലോ അല്ലെങ്കിൽ ഗ്രില്ലിലോ ഒന്നും വെച്ചിട്ടല്ല ഈ ചിക്കൻ ടിക്ക തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു തവയിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ ഈ ചൂട് കൊണ്ട് നമ്മൾ ആ തന്തൂരി അടുപ്പിലൊക്കെ ഇരുന്നിട്ട് മൂത്ത് വരത്തില്ലേ, അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കമ്പിൽ പനീറും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചിക്കനും വെച്ചു. ഇതുപോലെ ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഈ ഈർക്കിൽ ഇരിക്കുന്നത് പോലെ തന്നെ വെക്കണം. താഴ്വശം ചെറുതായിട്ടൊന്ന് ടച്ചായിട്ടിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഇതിട്ട് ഫ്രൈ ചെയ്യരുത്. ഇത് കുക്കാവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വേണമെങ്കിലും വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചിക്കനൊന്ന് കുക്കായി വരും. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെയൊക്കെ ഉൾവശവും കൂടി നന്നായിട്ട് വെന്ത് വരും. ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ പനീർ കുക്കായിട്ട് കിട്ടും. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് ബട്ടർ കൂടി നമുക്ക് തടവി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, ഉൾവശം വെന്ത് കിട്ടത്തില്ല. നമ്മൾ ആദ്യം വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി ഇതൊന്ന് മുറിച്ച് നോക്കുക. അപ്പോൾ ഉൾവശവും വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ തവയിൽ നിന്ന് മാറ്റാം. പനീർ ആദ്യം തന്നെ റെഡിയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ സ്ക്യൂവർ ഇല്ലെങ്കിൽ പകരം ഈ തവയിലേക്ക് നേരിട്ട് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്യരുത്. കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ നിരത്തിയിട്ടിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം ആ ക്യാപ്സിക്കോ ഉള്ളിയും കൂടിയൊക്കെ ഒന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഈ ചിക്കനിലേക്ക് ആഡ് ആകും. അത് ഈ ചിക്കൻ ടിക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ടിക്ക തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കാത്തിരുന്ന് കഴിക്കുന്ന ഒരു വിഭവമാണ്. നമുക്കിത് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് വളരെ രുചിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമല്ലോ. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.